നവകേരള യാത്ര തിരുവനന്തപുരത്തെത്തിയതോടെ ആരോപണ പ്രത്യാരോപണങ്ങൾ ചൂടുപിടിക്കുകയാണ്. പ്രതിപക്ഷാക്ഷേപങ്ങൾക്ക് മുഖ്യമന്ത്രി അക്കമിട്ട് മറുപടി പറഞ്ഞായിരുന്നു ഇന്നലത്തെ കാഴ്ച. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് പ്രതിഷേധത്തിലുണ്ടായ സംഘർഷത്തിൽ പ്രതിപക്ഷ നേതാവിനെ പ്രതി ചേർത്തതും വിവാദമാവുകയാണ്. നവകേരള യാത്ര തലസ്ഥാനത്തെത്തുമ്പോൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ. ഇതുവരെയുള്ള വേദികളിൽ കേന്ദ്ര സർക്കാരിനെയും കോൺഗ്രസിനെയും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പഴിപറഞ്ഞ മുഖ്യമന്ത്രി വർക്കലയിലെത്തിയപ്പോൾ പഞ്ച് ഹിറ്ററായി. പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ഓരോ ആരോപണങ്ങൾക്കും മറുപടി. ഞാനിവിടെ മുഖ്യമന്ത്രിയായിരിക്കുന്നത് രാജാവായിട്ടല്ല, ഞങ്ങളെല്ലാവരും ജനങ്ങളുടെ ദാസരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതാണ് അധികാരം എന്നത് ഏതെങ്കിലും പ്രതാപം കാണിക്കാനുള്ള ഒരു സ്ഥാനമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതാപകാലത്ത് പോലും ഭയപ്പെട്ടില്ലെന്ന് പ്രതിഷേധങ്ങൾക്കുള്ള മറുപടി. മുഖ്യമന്ത്രിക്ക് ക്രിമിനൽ മനസ്സെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആക്ഷേപത്തിലും ആഞ്ഞടിച്ചു. സാഡിസ്റ്റ് മനസ്സുള്ള, ക്രിമിനൽ മനസ്സുള്ള വ്യക്തിയാണ് മുഖ്യമന്ത്രി. എന്താണ് ഇദ്ദേഹത്തിന് പറ്റിയതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇടക്കിടക്ക് ഞാൻ ക്രിമിനൽ സ്വഭാവമുള്ളയാളാണെന്ന് പറഞ്ഞാൽ എന്നെ ക്രിമിനൽ സ്വഭാവമുള്ളയാളായി നമ്മുടെ നാടാകെ വിലയിരുത്തി കളയും എന്നാണോ സതീശൻ ധരിക്കുന്നത്? നമ്മുടെ ഓരോ പ്രവൃത്തിയുടെയും ഭാഗമാണ് നമ്മളെക്കുറിച്ചുള്ള വിലയിരുത്തൽ. പിന്നാലെ ഇന്നലെ രാത്രി യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷത്തിൽ പ്രതിപക്ഷ നേതാവിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. അധികം വൈകാതെ ഞാൻ പേടിച്ചു പോയെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞേക്കണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതോടെ നവകേരള യാത്രയുടെ അവസാന ദിനങ്ങളിൽ പ്രതിഷേധവും വാക്പോരും തുടരുമെന്നുറപ്പായി. 24 തിരുവനന്തപുരം.